ഇന്നത്തെ എപ്പിസോഡൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ലാലേട്ടൻ ഒറ്റൊരാളെയും വെറുതെ വിട്ടില്ല. എല്ലാവർക്കും വയറ് നിറയെ കിട്ടി. പാവം അക്ബറിന് ഇന്ന് ഒരു ബാഡ് ഡേ ആയിരുന്നു. അക്ബർ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയതെല്ലാം ലാലേട്ടൻ കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണോ നിങ്ങൾ വീട്ടിൽ പെരുമാറുന്നതെന്ന് ചോദിച്ചു. പാവം അക്ബർ ഒരുപാട് തവണ സോറി പറഞ്ഞു. ലാലേട്ടൻ ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു കൺഫെഷൻ റൂമിലോട്ട് പോയിരിക്കാൻ. പിന്നീട് അവിടെ സംഭവിച്ചത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഒന്നു തന്നെയായിരുന്നു. അക്ബർ അവിടെ പോയി ഇരുന്നപ്പോൾ അക്ബറിനോട് സംസാരിച്ചത് ബിഗ് ബോസ് ആയിരുന്നില്ല, പകരം അക്ബറിൻ്റെ ഉമ്മയായിരുന്നു. അക്ബറിൻ്റെ ഉമ്മ അക്ബറിനെ ഒരുപാട് ഉപദേശിച്ചു. എൻ്റെ മോൻ ഇങ്ങനെയല്ല, എൻ്റെ മോൻ നന്നായി ഗെയിം കളിക്കുന്നുണ്ട്, എൻ്റെ മോൻ്റെ ദേഷ്യമൊന്ന് ഒരുപാട് കുറയ്ക്കാനുണ്ട് എന്നൊക്കെയാണ് ഉമ്മ പറഞ്ഞത്. മോനെ, ഇത്രയും ദേഷ്യവും വാശിയും നിനക്ക് പാടില്ല എന്നെല്ലാം ഉമ്മ അവനെ ഉപദേശിച്ചു. ഉമ്മയോട് സംസാരിക്കുന്നതിനിടയിൽ അക്ബർ ഒരുപാട് പൊട്ടിക്കരഞ്ഞു. ഇല്ല ഉമ്മ, ഞാൻ കൺട്രോൾ ചെയ്തോളാം, ഇനി ഉണ്ടാവില്ല, ബാഡ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യില്ല എന്ന് അക്ബർ ഉമ്മയോട് സത്യം പറഞ്ഞു. ബിഗ് ബോസ് പറഞ്ഞിട്ട് അനുസരിക്കാത്തത് കൊണ്ടായിരിക്കാം മാതാപിതാക്കളെ കൊണ്ട് വിളിച്ച് സംസാരിപ്പിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ മാതാപിതാക്കളെ വിളിക്കില്ലേ, അതുപോലെ തോന്നി. കൺഫെഷൻ റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടും അക്ബറിന് വിഷമം അടക്കാനായില്ല. ഉമ്മയോട് സംസാരിച്ച വിവരം ഹൗസ്മേറ്റ്സിനോട് പറഞ്ഞു. ഉമ്മയുടെ സൗണ്ട് കേട്ടപ്പോൾ തൊട്ട് അക്ബർ പൊട്ടിക്കരയാൻ തുടങ്ങിയതായിരുന്നു. ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന എല്ലാവരെയും ലാലേട്ടൻ എന്തായാലും പൊക്കിയിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 7 പബ്ലിക് ഒപ്പീനിയൻ എല്ലാം ലാലേട്ടൻ അവർക്ക് കാണിച്ചു കൊടുത്തു. നിങ്ങൾ ഇവിടെ മാസായി കാണിക്കുന്നതെല്ലാം പുറത്ത് ഏത് രീതിയിലാണ് പോകുന്നതെന്ന് നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലാലേട്ടൻ കാണിച്ചത്.